ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടിയിൽ കയറാൻ പോകുന്ന ദിവസമാണ്. സംഭവം നിങ്ങൾ ടൈറ്റിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഞാനിന്ന് ജോളോ ചിപ്സ് കഴിക്കാൻ പോകുകയാണ്. എന്താവും ഏതാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കറിയാൻ പാടില്ല, ഭയങ്കര എരിവായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ എനിക്ക് ഡൗട്ടും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇത് കാണുമ്പോഴേക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവന്മാർ അഭിനയിക്കണായിരിക്കുമോ എന്നുള്ളതൊക്കെ. എനിക്ക് അറിഞ്ഞൂടെ. ഇന്നിപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ച് വെച്ചിരുന്നതും, പക്ഷേ ഇതിപ്പോൾ കഴിക്കേണ്ട ആ ഒരു അവസ്ഥയായപ്പോഴേക്കും എനിക്ക് നല്ല ടെൻഷനുണ്ട്. എൻ്റെ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് അടിച്ച് പോകുന്ന വരെ എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ എന്താ പറയുക, പ്രിക്വേഷനായിട്ട് ഞാൻ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം രണ്ട് രണ്ട് വലിയ 1 ലിറ്ററിൻ്റെ ഐസ്ക്രീം മേടിച്ച് വെച്ചിട്ടുണ്ട്. അറിഞ്ഞൂടാ ഗൈസ് എന്താവും എന്നുള്ളത്. ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോവാം. ഞാനപ്പോൾ ഇതിൻ്റെ പെട്ടി കണ്ടില്ലേ, ഓൾറെഡി കണ്ടില്ലേ, ഒരു ചവപ്പെട്ടിയുടെ പോലത്തെ ഒരു പെട്ടിയായത് തന്നെ. ഇതിന് 249 രൂപ. ഞാനത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ചിന്നുവും കൊച്ചുമൊക്കെ ഉണ്ട്. അപ്പോൾ ചിന്നുവിനോട് ഞാൻ ട്രൈ ഔട്ട് ചെയ്യണമെന്ന് വെച്ചപ്പോഴേക്കും പുള്ളിക്കാരത്തി പറഞ്ഞു വേണ്ട, താനാദ്യം ട്രൈ ചെയ്യേ, എന്നിട്ട് താൻ ജീവനോടെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാനും ട്രൈ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നേരെ ഈ സാമാനം എന്താ പറയുക അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ പുറകിൽ 2 സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ വലിച്ച് പറിച്ച് കളയാം. ആദ്യമേ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് കേട്ടോ. ചിന്നു, ഐസ്ക്രീമൊക്കെ റെഡിയല്ലേ? ഫയർഫോഴ്സിൻ്റെ നമ്പർ അറിയോ? എൻ്റെ മൂലമറ്റം കത്തിപ്പോയി കഴിഞ്ഞാൽ വിളിക്കാനായിട്ട്. ഗൈസ്, നിങ്ങളാരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഓൾറെഡി 1000-ൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മൈൽ സ്റ്റോൺ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക, നിങ്ങളുടെ കമൻറ്റുകൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളതെല്ലാം ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഓരോ ലൈക്കും, എന്താ പറയുക, നമ്മൾ മറ്റേത് പറയില്ലേ, സംഭാവന എന്തോ കൂടുമ്പോഴേക്കും പരിപാടി ഗംഭീരമാകും. അതുപോലെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും കൂടുമ്പോഴേക്കും ഞങ്ങളുടെ പരിപാടികൾ ഗംഭീരമാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സാമാനം തുറക്കാം. എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചു നോക്കാം. Can you handle this deadly chip made with Carolina Reaper pepper? What to expect? Short-term loss of speech. അയ്യോ, സംസാരിക്കാൻ പറ്റുള്ളൂ. Mouth on fire. Impaired vision from tears. RIP. അയ്യോ, ഓക്കെ. ലാസ്റ്റ് വെച്ചിട്ട് ചത്തു പോകുന്നു. പക്ഷെ വേറെ ആൾക്കാരുടെ വീഡിയോ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ചെയ്യണോ ഞാൻ? ഇവിടെ ചെയ്യണോ? ഇപ്പോൾ ഞാൻ ഈ ചിപ്സ് തുറക്കാൻ പോവാണ്. ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. ഒറ്റ പീസേ ഉള്ളൂ. ഞാൻ പൊട്ടിക്കീറാണ്. തുറക്കുമ്പോൾ മണോട്ടോ, പൊരിഞ്ഞിരിയോന്നുണ്ട് കേട്ടോ. നമ്മളെ കൈയൊക്കെ സൂക്ഷിച്ച് ഇത് ചെയ്യുക. ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വെപ്രാളത്തിൽ നമ്മൾ നമ്മുടെ സുനാപ്പിയിലൊന്നും കയറി പിടിക്കാണ്ടിരിക്കുക, എല്ലാം കത്തിപ്പോവും. തുറന്നു ഗൈസ്. എൻ്റെ പൊന്നെ, കറുത്ത് കരിമാക്ക. അയ്യോ, നല്ല മണം. അയ്യോ, ഞാൻ കഴിക്കാൻ പോകുന്നു ഗൈസ്. കറുത്ത് കരിമാക്കാൻ്റെ പോലത്തെ ഒരു സാധനമാണ് ഗൈസ്. ഇത് ഞാൻ കഴിക്കാൻ പോകണം. അപ്പോൾ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിച്ചിട്ട് 5 മിനിറ്റ് ഇരിക്കണം. അതാണ് ചലഞ്ച്. ഞാനങ്ങനെ ഒരു എരിവിൻ്റെ ആളൊന്നുമല്ല, പക്ഷേ ഇത് ചലഞ്ച് ആയതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കുകയാണ്. ഞാൻ ആദ്യം ചെറിയൊരു പീസായിട്ട് കഴിക്കാം അല്ലേ? തനിക്കൊരു ഇച്ചിരി ആണോ ട്രൈ ചെയ്യാൻ? എന്താ കഴിക്കേ, നല്ല ടേസ്റ്റാ, സൂപ്പർ സാധനം അത്. ഞാൻ ടൈമർ ഓൺ ആക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ടൈമറൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളമോ വേറൊരു കാര്യങ്ങളോ കഴിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ചലഞ്ച്. എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഞാൻ റിസ്ക് ഒന്നും എടുക്കാൻ റെഡിയല്ല. ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ കഴിക്കാൻ പോണേട്ടോ. അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളല്ല എന്തെങ്കിലും പറയാനുണ്ടോ? എന്താടാ? അയ്യോ,
കഴിക്കാല്ലേ? Oh. 25 seconds. പൊന്നെ അണ്ണം കത്തി പോയിട്ടല്ലേ. 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. പൊന്നെ ഗൈസ്, ഒരു 5 മിനിറ്റ് കഴിച്ചേട്ടാ. ഐസ്ക്രീം എടുത്തോളൂ, ഐസ്ക്രീം. ഗായ്സ്, അപ്പോൾ ഞാനിടയ്ക്ക് ഇത് 5 മിനിറ്റ് എന്തായാലും കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വാഷ്റൂമിൽ പോയിട്ടൊന്ന് ഇതൊക്കെ കഴുകിയിട്ടൊക്കെ കൈയൊക്കെ കഴുകിയിട്ട് വന്നു. കാരണം ഇതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പണി പാടും. ഞാനിപ്പോൾ ഓൾറെഡി ഐസ്ക്രീമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോ യൂട്യൂബേഴ്സ് ചെയ്യണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനമൊക്കെ മേടിച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് കഴിക്കുമ്പോഴേക്കും ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് നമുക്കൊരു സുഖം കിട്ടും. അത് കഴിഞ്ഞ് പിന്നെയും എരിവ് ഇറങ്ങും. നമുക്ക് തൊണ്ടയിലും വായിലും പിന്നെ വയറ്റിനും ഈ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല എരിവുണ്ട് എനിക്കിപ്പോൾ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും സെറ്റിലാവുമെന്ന് വിശ്വസിക്കണം. പക്ഷേ ഈ ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഇന്നലെ ചെയ്തതിന് മുന്നേ റെഫറൻസിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഒക്കെ ഉണ്ട്. അതിനകത്ത് ഒരു മച്ചാൻ, ഒരു സായിപ്പ, അയാളൊരു 100 ഈ ജോളോ ചിപ്സ് 100 എണ്ണം 1 മണിക്കൂറിൽ കഴിക്കണം. 1 മണിക്കൂറിൽ 100 ജോളോ ചിപ്സ്. എന്നിട്ട് ആൾക്ക് എന്തോ റെക്കോർഡും കാര്യങ്ങളൊക്കെ. അയാളുടെ മൂലമറ്റത്തിൻ്റെ അവസ്ഥയ്ക്ക് ബെല്ലായിരിക്കുന്നത് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. ഇത് പൊരിഞ്ഞൊരുപാട്. നിങ്ങൾക്ക് വല്ലാത്ത കഴപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണം മേടിച്ച് കഴിക്കുക. നിങ്ങളുടെ കഴപ്പെല്ലാം മാറി കിട്ടും. എൻ്റെ കഴപ്പ് എന്തായാലും മാറി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ്. സോ കമൻറ്റ് ചെയ്യാം. എന്നാലേ നമ്മൾക്കും നമ്മുടെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.